മദപ്പാടിളകുന്ന ആനയെ ഒറ്റ നിമിഷം കൊണ്ട് നിയന്ത്രിക്കാനുള്ള ഒരു ഡിവൈസ് കണ്ടെത്തിയിരിക്കുകയാണ് യുവശാസ്ത്രജ്ഞൻ. ലോക്ക് ചെയ്യുക മാത്രമല്ല, ആനയ്ക്ക് പോലും അറിയാൻ പറ്റില്ല എവിടെ നിന്നാണ് ലോക്ക് ചെയ്യുന്നത്. ആന പോലും കൺഫ്യൂസ് ആയി. ട്രെയിൻ ആവില്ല, ആനയ്ക്ക് വേദനിക്കില്ല. പാപ്പാനൊക്കെ വളരെ ഹൈടെക് രീതിയിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ടെസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഗണേഷ് കുമാർ സാറിൻ്റെ ആനയിലാണ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം ആന മദപ്പാടിളകുന്നതും ആനപ്രേമികളടക്കം എല്ലാവരും ദുഃഖത്തിലാഴുന്നതുമൊക്കെ പലതവണ വാർത്തയാകുന്നതാണ്. പല അപകടങ്ങൾ സംഭവിക്കുന്നു, മരണങ്ങൾ സംഭവിക്കുന്നു, ക്ഷേത്ര പരിസരങ്ങൾ മുഴുവൻ ഭയചകിതമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. മദപ്പാടിളകുന്ന ആനയെ ഒറ്റ നിമിഷം കൊണ്ട് നിയന്ത്രിക്കാനുള്ള ഒരു ഡിവൈസ് കണ്ടെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി അനു വിൽഫ്രഡ് എന്ന യുവശാസ്ത്രജ്ഞൻ. എന്നോടൊപ്പം ചേരുന്നതും അദ്ദേഹമാണ്. നമസ്കാരം. ആദ്യം തന്നെ ഒന്ന് അങ്ങേ പരിചയപ്പെടുത്താമോ? ഓക്കെ, എൻ്റെ പേര് അനു വിൽഫ്രഡ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തുള്ള പൊഴിയൂർ എന്ന സ്ഥലത്താണ് വരുന്നത്. എൻ്റെ ഫൈനൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ എംബഡഡ് സിസ്റ്റം എന്ന സബ്ജക്റ്റിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നു. ഈ ഒരു റിസർച്ച് ചെയ്യാനുള്ള മെയിൻ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അപ്പം സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയൊരു താല്പര്യമാണ്. പിന്നെ റിസർച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പാഷൻ. അക്കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവൈസ് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതായത് കേരളത്തിൻ്റെ ഇന്നത്തെ ആവശ്യം ഇതാണ് എന്നുള്ളത്. ഞാൻ ആക്ച്വലി ഇപ്പോഴല്ല അത് ഡെവലപ്പ് ചെയ്തത്. 1 ഇയറിന് മുമ്പേ ഇത് തോട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം വലിയൊരു പ്രഡിക്ഷൻ ആയിരുന്നല്ലോ ഇപ്പോൾ ഇത് ആവശ്യം വരുമെന്നുള്ളത്. ആണ് പ്രഡിക്ഷൻ. അത് കാരണം നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഹീറ്റും കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ പല രീതിയിലുള്ള പ്രൊവക്കേഷൻ കാര്യങ്ങളെല്ലാം കൂടിക്കൂടി വരികയാണ്. ഇതെല്ലാം ഒരു കാര്യങ്ങളിൽ നമ്മൾ എടുക്കാനുള്ള കേസുകളാണ്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് വളരെ അത്യാവശ്യമെന്ന് ആ സമയത്ത് മനസ്സിലായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള മെയിൻ കാര്യം. ആക്ച്വലി ഇതെന്താണ്, ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതെന്താണ്? ഇതിൻ്റെ നെയിം നമ്മൾ പാറ്റന്റ് ബേസ് ചെയ്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന നെയിം എന്ന് പറയുന്നത് ആക്റ്റീവ് എലിഫന്റ് ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ്. ആക്റ്റീവ് എലിഫന്റ് ലോക്കിംഗ് സിസ്റ്റം. അതായത് മദപ്പാടുള്ള ആനയെ ഒരു നിമിഷം കൊണ്ട് ലോക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഉറപ്പായിട്ടും. അത് നമ്മൾ ലോക്ക് ചെയ്യുക മാത്രമല്ല, ആനയ്ക്ക് പോലും അറിയാൻ പറ്റില്ല എവിടെ നിന്നാണ് ലോക്ക് ചെയ്യുന്നത്. ആന പോലും കൺഫ്യൂസ് ആയിപ്പോയി. അപ്പം അതും ട്രെയിൻ ആവില്ല, ആനയ്ക്ക് വേദനിക്കില്ല ഒരു രീതിയിലും. പാപ്പാനൊക്കെ വളരെ ഹൈടെക് രീതിയിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു റിമോട്ടിന്റെ ഒരു വിരൽ കൊണ്ട് പാപ്പാനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണോ? വളരെ സിമ്പിളായിട്ട് ഒറ്റ പ്രസ്സിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച കണക്ക് ബൈക്കോ അല്ലെങ്കിൽ കാറ് കണക്ക് ഫാസ്റ്റായിട്ട് പോയിട്ട് ആന കുത്തിരിക്കുന്നൊന്നും പേടിക്കേണ്ട. അത് വളരെ സ്ലോ ആയിട്ട് ടൈറ്റ് ആവുന്നതായിരിക്കും. ആനയുടെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് അപ്ലൈ ആവുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? അതായത് ഒരു വലിയൊരു റിസർച്ചിന്റെ ഭാഗമായി വന്നിരിക്കുന്നതായിരിക്കും. നേരത്തെ പല പരീക്ഷണങ്ങൾ നടത്തിയായിരിക്കുമല്ലോ ഇതിലേക്ക് എത്തിയത്. എങ്ങനെയായിരുന്നു ആ യാത്ര? 1 ഇയർ പോലും വേണ്ടി വന്നിട്ടില്ല. കറക്റ്റ് പ്രോപ്പർ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ 1 ഇയർ ഒന്നും വേണ്ട ഒരു കാര്യത്തിന് സൊല്യൂഷൻ. മെയിനായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി പ്ലാറ്റ്ഫോംസ് ഇല്ലാത്തതാണ് മെയിൻ കുഴപ്പം. അത് എനിക്ക് മാത്രമല്ല, എല്ലാ യങ്സ്റ്റർ ആൾക്കാരും ഓരോരുത്തർക്കും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കിട്ടിയാൽ അവർ ഡെവലപ്പ് ചെയ്യും. ഇവിടെ കേരളക്കാർ തന്നെയാണ്. കേരളത്തിന് സൊല്യൂഷൻ വേണമെങ്കിലും കേരളത്തിന് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ വേണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ്. അവർ തന്നെയാണ് അതിനെ ലോക്ക് ചെയ്യുന്നതും ആറ്റിറ്റ്യൂഡ് വരുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഒത്തിരി 90% ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലായിട്ടുണ്ട്. അവർ വളരെ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ട് സംസാരിച്ച് വരുന്നുണ്ട്. അപ്പം അത് ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി അവരും വെയിറ്റ് ചെയ്യാണ്. താമസിക്കാതെ അത് എല്ലാ മേഖലകളിലും ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റുകൾ എത്തുന്നതായിരിക്കും. എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, അപ്പം ഇതിൽ യഥാർത്ഥത്തിൽ ഈ ഡിവൈസിനെ നമ്മൾ 2 സ്ഥലങ്ങളിലാണ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആനയെ സംബന്ധിച്ച് റിസർച്ചിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയ 2 പൊസിഷൻ എന്ന് പറയുന്നത്, ഒന്ന് റെയർ ലെഗ് ഭാഗത്തും, റെയറിലുള്ള ഏത് ലെഗിലും വേണം വയ്ക്കാം. ബാക്കിലുള്ള റൈറ്റ് ലെഗിലോ ലെഫ്റ്റ് ലെഗിലോ വയ്ക്കാം. പിന്നെ പറയുകയാണെങ്കിൽ ബോഡിയുടെ അടിഭാഗം, അതായത് വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം. അതിനെ ബോഡി ടു ലെഗ് ലോക്കിംഗ് എന്ന് പറഞ്ഞിട്ട്, ലെഗിൽ വെച്ച് കഴിഞ്ഞാൽ ലെഗ് ടു ലെഗ് ലോക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആനയുടെ അതിൻ്റെ ശക്തിയുടെ അതനുസരിച്ചായിരിക്കും ഇതിനെ നമ്മൾ സജസ്റ്റ് ചെയ്യണത്.
ഇപ്പോൾ ഇത് റിയാലിറ്റിയിൽ വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യും ഈ ആനയ്ക്ക് ഇങ്ങനെ വെക്കണതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ആനയുടെ കാലിൻ്റെ കാര്യങ്ങളും പിന്നെ എൻ്റെ ബോഡി എൻ്റെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ റെക്കമെൻഡ് ചെയ്യേണ്ടത്. ഒന്ന് രണ്ട് ആനകളിൽ ഒതുങ്ങിയ റിസർച്ച് ഒന്നല്ല ഇത്. ഒത്തിരി ആനകൾ, ഏതാണ്ട് 40-45 ആനകളിനെ ഞാൻ റിസർച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം 40-45 ആനകൾ റിസർച്ച് മാത്രമാണ്. ശേഷം അതിൻ്റെ ഡാറ്റാസ് എല്ലാം എടുത്തുകൊണ്ടാണ് ആക്ച്വലി ഇത് ടെസ്റ്റ് ചെയ്തത്. ഒരു 7 times ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് പറയാം? പ്രവർത്തനം 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റും 2 റിമോട്ടുമാണ്. റിമോട്ടാണ് നമ്മൾ പ്രൈമറി ആയിട്ട് റെക്കമെൻഡ് ചെയ്യണത്. കാരണം ആന വയലൻ്റ് ആവുന്ന സമയത്ത് പാപ്പാന് അറിയാൻ പറ്റും, പാപ്പാന് പെട്ടെന്ന് അറിയാൻ പറ്റും, പാപ്പാനും പിന്നെ കൂടെ നിൽക്കുന്ന സഹപാപ്പാനും അറിയാൻ പറ്റും. അപ്പോൾ 2 പേർക്കും നമുക്ക് റിമോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ആന ഈ അമ്പലങ്ങളിൽ ഇറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രൊവോക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസോ ഇവർക്ക് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. അല്ലാത്ത പക്ഷം ഇതിൻ്റെ അകത്തുള്ള നമ്മൾ ഇൻബിൽഡ് സോഫ്റ്റ്വെയറും പിന്നെ ഇതിൻ്റെ ടെക്നോളജിയും വെച്ചുകൊണ്ട് സിസ്റ്റത്തിന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യും ആന ഇപ്പോൾ വയലൻറ്റ് സെക്ഷനിലോട്ട് പോവുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കപ്പിൾ ഓഫ് സെൻസേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളുടെ കണ്ടിരിക്കാൻ മെയിനായിട്ട് ക്യാമറയും പിന്നെ ഇതിൻ്റെ അകത്തുള്ള സെൻസേഴ്സും ഈ 2ഉം തമ്മിലുള്ള കോഓപ്പറേഷനെ നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ട് കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ലോക്ക് ചെയ്യണം, ഇന്ന പ്രശ്നം വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യണം, മോണിറ്റർ ചെയ്ത് മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകാൻ പാടുള്ളൂ എന്ന രീതിയിൽ നമ്മളെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, അതായത് ഒരു ആന എന്ന് പറയുന്ന ഒരു ജീവി, അതിനെ ഒരു മതപ്പാട് വരുന്നതിന് പ്രത്യേക കാലയളവ് ഉണ്ടാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണ കാലഘട്ടത്തും അല്ലെങ്കിൽ ഇതിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ് പഠിക്കാനും ഒക്കെ ഒത്തിരി സമയമൊക്കെ എടുത്തോ? ഇതിൻ്റെ കൂടെയൊക്കെ അതിന് വേണ്ടി ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നോ? ഇല്ല, അതായത് ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്യണം നല്ലൊരു ഐഡിയ എനിക്കുണ്ട്. ഓൺലൈനിൽ എവിടെ നിന്ന് സെർച്ച് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓൺലൈനിലെ സെർച്ച് മാത്രം എനിക്ക് പറ്റിയില്ല. അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് റിയാലിറ്റിയിൽ തന്നെ പോകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നിയർലി 46 ആന എലിഫൻസിനെ ഞാൻ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആനകളെ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് മോണിറ്റർ ചെയ്തു, ഇതിന്റെ ബിഹേവിയറൽ ചേഞ്ചസിനെ കുറിച്ച് ഫുള്ള് പഠിക്കും. ആദ്യം അതിൻ്റെ ഫുള്ള് മൂവ്മെൻറ്റ് പഠിക്കും. പക്ഷെ നമ്മൾ ആരെന്ന് പോലും പറയില്ല അവർക്ക്. ഒരു നോർമൽ വിസിറ്റേഴ്സ് പോലെ നിന്ന് ആന കാര്യങ്ങൾ ഇതാകും. ചില സ്ഥലങ്ങളിൽ ഞാൻ ചെയ്ത ഡാറ്റാസിനെ അവർ വന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പോലും ഉണ്ട്. ഞാൻ സിസ്റ്റത്തിൽ ക്യാപ്ചറിങ് അല്ല, ആക്ച്വലി ഞാൻ ഇതിൻ്റെ മൂവ്മെൻറ്റിനെയും കാര്യങ്ങൾ അതിൻ്റെ ബിഹേവിയറുടെ കാര്യങ്ങൾ ഞാൻ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ വന്ന് ഡിലീറ്റ് ചെയ്ത ആൾക്കാരുമുണ്ട്. അവരുദ്ദേശിച്ചത് നമ്മൾ അവരുടെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പുറത്ത് വിടാനായിട്ട് എല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ടെക്നോളജി അവരുടെ മുകളിലുള്ളതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് ഒരു കാര്യം, ആനയുടെ മതപ്പാടിന് മുൻപുള്ളത്തെ ബിഹേവിയറൽ ചേഞ്ചസ് ആയിരിക്കാം അത് സെൻസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ ശരീര ഊഷ്മാവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ എന്തായിരുന്നാലും അതൊരു ബയോളജിക്കലി ഉള്ളൊരു ചേഞ്ചസ് ആണല്ലോ. ഇതിനു വേണ്ടി താങ്കൾ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണ്? അല്ല, ഞാനിപ്പോൾ R&D ആണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ജോലി. അതെ, അല്ല, ഞാൻ ഗ്രാജുവേഷനും പ്രൊഫഷനും അത് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഏതെങ്കിലും ഒരു ബയോളജിക്കലി ഇതുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നോ? അതല്ല എങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനിൽ ഒത്തിരി സെർച്ച് ചെയ്യും. ഓൺലൈനിൽ തന്നെ എനിക്ക് കുറേ അറിയാനുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം വെറ്ററിനറിയൻസ് ഉണ്ട്, അവരെല്ലാം ഞാൻ നോക്കും. അപ്പം നോർമലി ഞാൻ എലിഫൻറ്റിൻ്റേത് കിട്ടാനായിട്ട് ഒരു സൗത്ത് ആഫ്രിക്കനായിട്ടുള്ള ഒരു ഡോക്ടറിനാണ് ഞാൻ മെയിൽ അയച്ചത്. അപ്പം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടി. പക്ഷേ എനിക്കതൊരു ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും അവർ റിസർച്ചിൻ്റെ ലിമിറ്റ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അത് മാത്രം പറ്റില്ല, എനിക്ക് ലൈവ് വേണമായിരുന്നു. കാരണം ബയോളജിക്കലായിട്ട് അവർ സംസാരിക്കുമെങ്കിലും അതിനെ ഒരു ടെക്നോളജിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൂടെ വേണം. അതിനുവേണ്ടി ഞാൻ ലൈവ് ഇറങ്ങി കുറേ കാര്യങ്ങൾ മാച്ച് ചെയ്ത് കിട്ടി, കുറേ കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കിട്ടി.
ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ആക്ച്വലി ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഞാനെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴൊക്കെയാണ് ആനയ്ക്ക് ഒരു മതം ഇളകാനുള്ള ഒരു സാധ്യത? അതിനെക്കുറിച്ച് എന്തായാലും പഠിച്ചിരിക്കുമല്ലോ. അല്ല, ഇത് സത്യം പറഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്തോ ഡെവലപ്മെൻറ്റ് ഫേസിനോ ഈ മതം ഇളകുന്ന സമയത്തിനെ കുറിച്ച് ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് മതം ഇളകുന്ന സമയത്തിന് ലോക്ക് ചെയ്യുക മാത്രമാണ് എൻ്റെ ഫോക്കസ്. ഏത് കണ്ടീഷനിലായിരുന്നാലും ലോക്ക് ചെയ്യുക. കാരണം മതം നമുക്കറിയാം, എല്ലാ ആനകൾക്കും ഓരോരോ പീരീഡ് ഉണ്ട് മതം ഇളകുന്നത്. ആ പീരീഡിൽ അവരതിനെ വളരെ സേഫായിട്ട് ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കും, പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അപ്പം അതിന് കുറച്ച് സിംറ്റംസ് ഓൾറെഡി ഉണ്ട്, അവർക്കറിയാൻ പറ്റും. അതിൻ്റെ മതപ്പാടുന്ന സമയത്ത് നീരൊലിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പേ അവരതിനെ, പിന്നെ ആനയുടെ ഭാഗത്തു നിന്ന് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ട്. അതിൻ്റെ അത് സ്റ്റാൻഡ് ബൈ നിന്നുകൊണ്ട് മൂവ് ചെയ്യുന്നതിലൊക്കെ അവർക്കെല്ലാം മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഐ കൊണ്ടുള്ള ഇത്, അതിൻ്റെ ബിഹേവിയർ, ഇതെല്ലാ ആനകൾക്കും ഒരേ രീതിയിലായിരിക്കും ബിഹേവിയറൽ ചേഞ്ചസ് വരിക? എല്ലാ ആനകളെയും ഈ മതപ്പാട് സമയത്ത് ഒരേപോലെ. ചില ആനകൾ മതപ്പാട് സമയത്ത് നോർമൽ ആയിരിക്കും, ചില ആനകൾ മതപ്പാട് സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവും, ഭയങ്കര പ്രൊവോക്കേഷൻ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള പല വ്യത്യസ്തമായ ആനകളുടെ വ്യത്യസ്തമായ ബിഹേവിയറൽ ചേഞ്ചസ് എല്ലാം ഇതിൽ സെൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. അതായത് നമ്മൾ ഇത്രയും ആനകൾ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഏതാണ്ട് ഒരു 60% പോലും ആനകൾക്ക് ഏതാണ്ട് സെയിം ആയിട്ടുള്ള കുറച്ച് അപ്രോച്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏറ്റവും സോർട്ട് ചെയ്ത് ആക്യുറസി ആയിട്ട് എടുക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റാസിനെ വെച്ചിട്ടാണ് ഇത് ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ആനകൾ മാക്സിമം പവർ യൂസ് ചെയ്താൽ പോലും ഈ മെഷീന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഈ മെഷീനെ ഏതെങ്കിലും രീതിയിൽ അതിന് ഉപദ്രവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ മെഷീൻ ഫെയിലിയർ ആയി പോകാൻ ചാൻസ് ഉണ്ടോ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ ഇതിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. ഇപ്പം ഇതിനെ ഫ്രണ്ട് ലെഗിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ തുമ്പിക്കേക്ക് ഫ്രണ്ട് ലെഗിൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഫ്രണ്ട് ലെഗിലോട്ട് പെട്ടെന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇതിനെ ആനയുടെ ആ തുമ്പിക്കയുടെ എൻഡിൽ സാധ്യത. അതുമാത്രമല്ല, ആനയുടെ തുമ്പിക്കയുടെ എൻഡിൽ ഒരു ചെറിയൊരു ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു മസിലുണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് ആന എല്ലാത്തിനും എടുക്കുന്നത്. ഭയങ്കര പവറാണ് ആ ഏരിയക്ക്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഹോള് മാത്രം ഉണ്ടെന്ന്, അതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിലൊരു മസിലുണ്ട്. നല്ല പവറാണ് മസിൽ. ആ തുമ്പിക്കയുടെ ഏറ്റവും എൻഡിലായിട്ടൊരു ഷാർപ്പായിട്ടൊരു കോർണറായിട്ടുണ്ട്. അത് വെച്ച് വലിച്ചിളക്കാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്കും പവർ ഉണ്ട് ആ ഭാഗത്ത്. അപ്പൊ ആ ഭാഗത്തിൽ കഴിയാത്ത രീതിയിലാണ് പ്ലേസ് ചെയ്യുക. അത് നമ്മൾ ഈ പൊസിഷൻ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കും ആനയുടെ മാക്സിമം എവിടെ, മിനിമം എവിടെ നോക്കും. ലിമിറ്റേഷൻസ് ഉണ്ട്, ആനയുടെ ലിമിറ്റേഷൻസ് എവിടെയൊക്കെയുണ്ട്. അപ്പം അത് നോക്കിയിട്ടാണ് ഇത് എവിടെ വയ്ക്കണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആനയുടെ കപ്പാസിറ്റി, ആനയ്ക്ക് വലിക്കാനുള്ളയും ആനയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓവറോൾ ഇത്ര ആനകളുടെ ബ്രേക്കിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നൊരു ആവറേജ് ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പവർ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം ആനയ്ക്ക് ഒരു നിയർലി ഒരു ആനകൾക്ക് 5000 kg ആണ് വരുന്നത്. 5000 kg. അപ്പം 5000 kg ഈ 4 കാലിലും സ്പ്ലിറ്റ് ആവും. ആ വെയിറ്റ് 4 കാലിലും സ്പ്ലിറ്റ് ആവും. അപ്പം പിന്നെ ഇത് പ്രൊവോക്കേഷൻ, ഇത് വയലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല. നമുക്കറിയാം, നമ്മൾ ദേഷ്യമായിരിക്കുന്ന സമയത്ത് നമ്മളെ പവർ നോർമൽ ടൈമുള്ള പവർ. അപ്പോൾ അതേ കണക്ക് ആ സമയത്ത് ആ ബ്രേക്കിംഗ് കപ്പാസിറ്റിയുടെ ഡബിൾ ടൈംസ് പവറിലാണ് ഈ സാധനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യുമെന്നോ വേറെ ആനകൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഇത് പ്ലേസ് ചെയ്യുമ്പോൾ, അതായത് ആനകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ട്, അതായത് ഈ തരത്തിലായിരിക്കുമോ ഇത് ഈ ഡിവൈസ് വരിക, അത് കംഫർട്ടബിൾ ആയിട്ടാണ് ഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും? ഇതിപ്പം കോൺസെപ്റ്റിന്റെ ഇത് ഒറിജിനൽ പീസാണ്. എത്ര കിലോ ഉണ്ട് ഇതിപ്പോൾ 60 kg ആണ് വന്നത്, 16 കിലോ ആണ്. ഇത് ആനകളുടെ സൈസും ഇതിനനുസരിച്ചും നമ്മൾ വെയിറ്റ് നിശ്ചയിക്കും. വലിയ ആനയാണെങ്കിൽ നമ്മൾ ഈ വെയിറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ചെറിയ ആനയാണെങ്കിൽ അതിനനുസരിച്ച് വെയിറ്റ് കുറയ്ക്കും. കാരണം ആന 5000 kg ആണ്. അപ്പം ആനയ്ക്ക് സംബന്ധിച്ച് നമ്മൾ ഇതൊരു മോതിരം റിങ് ഇട്ട പോലെ ഇരിക്കും. ആന ഒന്നുമില്ല, ഇതൊരു സംഭവമില്ല. പക്ഷേ മറ്റുള്ളവർ പലതും പറയും. നമ്മൾ എൻജിനീയറിംഗിൽ നമ്മൾ അതിനുവേണ്ടി ഒത്തിരി റിസർച്ച് ചെയ്ത് അതിൻ്റെ ബ്രേക്കിംഗ് ടെസ്റ്റ്, അതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി, അത് ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ ഇത്ര വലിക്കാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഇപ്പം കാർബൺ സ്റ്റീൽ ഫൈനൽ യൂസ് ചെയ്തു, അതിന് അടുത്ത് ടൈറ്റാനിയത്തിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്ന രീതിയിൽ ഡിസൈൻ സ്ട്രക്ചർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ ബാറ്ററി ആക്ച്വലി 2 രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇതിൻ്റെ അകത്ത് ലോ വോൾട്ടേജും ഒന്ന് ഹൈ വോൾട്ടേജും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വോൾട്ടേജ് കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള നെറ്റ്വർക്ക് സിസ്റ്റം, പിന്നെ അങ്ങനത്തെ നാനോ ആയിട്ടുള്ള കുറച്ച് ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട്, അതെല്ലാം ലോ വോൾട്ടേജ് കൺട്രോൾ ചെയ്യും.
ഹൈ വോൾട്ടേജ് ഇതിൻ്റെ ആക്ച്വേറ്ററും കാര്യങ്ങളും ഇതിൻ്റെ ക്ലച്ച് ഗിയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈ വോൾട്ടേജ് കൺട്രോൾ. ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യാതെ ഒറ്റ ചാർജ് അങ്ങനെ ചാർജ് ചെയ്യാനായിട്ടൊരു 45 മിനിറ്റ് മതി. 5 ടൈംസ് നമുക്ക് ആനേനെ ലോക്ക് ചെയ്യാം. അതായത് ലോക്ക് ചെയ്യാൻ മീൻസ് ഒരു വട്ടം ലോക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ട് പിന്നെ ലോക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ട് അങ്ങനെ ഒരു 5 ടൈംസ് യൂസ് ചെയ്യാം. ആന എപ്പോഴും മതയളവില്ലല്ലോ ലോക്ക് ചെയ്യാനായിട്ട്. അപ്പം ഒറ്റ ടൈം ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഈവൻ ഇൻ കേസ് നമ്മൾ അമ്പലങ്ങളിലോട്ട് ആനേനെ ഇറക്കി കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഈ ആചാരങ്ങളിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലോട്ട് ആനേനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഈ സാധനത്തിന് ഒരു 45 മിനിറ്റ് ചാർജ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തെല്ലാക്കി ആന ഓക്കെ ആണെന്ന് കണ്ടിട്ട് പുറത്തു പോകും. വളരെ സേഫായിട്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ എപ്പോഴും ആനയ്ക്ക് മതം ഇളകില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു, ശരിയായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആരെയാണ് എയിം ചെയ്യുന്നത്? അതായത് എത്തരത്തിലുള്ള വ്യക്തികളാണ് ഇത് വാങ്ങിക്കേണ്ടത്? അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടോ? അത് സത്യം പറഞ്ഞാൽ ഇതുവരെ കൺഫേം ആയിട്ടില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആനകൾ ഏറ്റവും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ആനകൾ ഉറപ്പായിട്ട് ഇത് വച്ചിട്ട് ഇറങ്ങാവും. ഒന്നത്തെ കണ്ടീഷൻ അതായത് ഒരു ക്രൗഡ് ഉള്ള ഒരു സ്ഥലത്താണ് ആന ഇറക്കുന്നെങ്കിൽ അങ്ങനെയാണോ? അങ്ങനല്ല. ഇതിപ്പം നമുക്കറിയാലോ ആനേനെ 2 രീതിയിലാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണത്. ഒന്ന് പരിപാടികൾക്കും ഒന്ന് അമ്പലങ്ങളായിട്ടുള്ള കാര്യം. അപ്പം 2ലും ആന നമുക്കറിയാം വളരെ കൗതുകമായിട്ടുള്ളൊരു വൈൽഡ് ലൈഫ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്രൗഡും ഉണ്ടാവും. ക്രൗഡ് ഉണ്ടോ ഇല്ലയോ നമ്മളവിടെ നോക്കുന്നില്ല. ആനേനെ നമ്മുടെ ഏതെങ്കിലും പരിപാടിക്ക് നമ്മൾ ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ആചാരങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് അമ്പലങ്ങളിലാണ് ആക്ച്വലി ഇത് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഡിവൈസിന് എല്ലാ അമ്പലങ്ങളിലും പ്രൊവൈഡ് ചെയ്യും. അതായത് എല്ലാ അമ്പലങ്ങളിലും ആനയെ ഇനി സുരക്ഷിതമായി ഇറക്കണം എന്നുള്ളതാണ് അങ്ങയുടെ ആഗ്രഹം അല്ലേ? അതായത് നമ്മൾ ഇത്രയും ഒരു തുച്ഛമായ കാശ് കൊടുത്ത് ഒരു ഡിവൈസ് വാങ്ങി വയ്ക്കുമ്പോഴത്തേക്കും ഒരാൾ ഒരു മനുഷ്യൻ മരിക്കുന്നതും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. ഒരു ചെറിയൊരു തുകയ്ക്ക് ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നതും ആനേനെ വേദന കൂടാതെ സോഫ്റ്റായിട്ട് ലോക്ക് ചെയ്യുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. തീർച്ചയായും. അപ്പം അതുകൊണ്ട് എല്ലാ അമ്പലങ്ങൾക്കും ഓരോരോ ഡിവൈസ് കൊടുത്തുകൊണ്ട് ഇതൊരു മാനദണ്ഡമാക്കി മാറ്റേണ്ട ഒരു കാര്യം കൂടെ ആയി മാറുന്നു. ഒരു ബിൽഡിംഗിൽ ഫയർ ആൻഡ് സേഫ്റ്റി എന്തുമാത്രം അത്യാവശ്യമായിട്ട് വെച്ചിട്ട് അപ്രൂവൽ കൊടുക്കുന്നു, അതുപോലെ ആന അമ്പലങ്ങളിൽ നിന്നിട്ട് ആചാരങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇത് ഉറപ്പായിട്ട് ലോക്ക് ചെയ്ത് വച്ചിട്ട്, അതായത് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിട്ട് സിസ്റ്റം ഓക്കെ ആണെന്ന് കണ്ടിട്ട് മാത്രമേ ഇത് പുറത്തിറക്കി വിടാവൂ. അങ്ങനെ വിടുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്കും ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റും. നമുക്ക് ടെൻഷൻ നടത്തുന്നവർക്കും വളരെ സന്തോഷമായിട്ട് ആഘോഷം. കാരണം അവർക്ക് തന്നെ ഓൾറെഡി അറിയാം ഒരു ഡിവൈസ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് സേഫാണ്. ആരും പ്രെഡിക്റ്റ് ചെയ്യില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ആരും ചിന്തിക്കാൻ പോകുന്നില്ല. അപ്പം ക്ലിയർ കട്ട് സൊല്യൂഷനാണിത്. അപ്പം പ്രശ്നം വരികയാണെങ്കിൽ പാപ്പന്മാർക്ക് സുഖമായിട്ട് അതിനെ ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് ഓരോ ആനയെ ക്ഷണിക്കുന്നത് ആരോ അവർ ഒരു ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം, ഇതിന് ഒരു പേരിട്ടിട്ടുണ്ടല്ലോ, എന്താ പേര്? ആക്റ്റീവ് എലിഫന്റ് ലോക്കിംഗ് സിസ്റ്റം. അല്ലാതെ താങ്കളുടേതായിട്ടുള്ള വല്ല ജ്ഞാനസ്നാനവും കഴിഞ്ഞോ? നെയിമൊക്കെ ഉണ്ട്. അത് ഇതിന്റെ അടുത്ത് പ്രോഡക്റ്റ് ലൈനിൽ എത്തുമ്പോഴത്തേക്കും ആ പേരോടെ പേരൂടെ എന്നോട് പേര് വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ കരുതി ഇതിന് പറയുന്നു. ഓക്കെ, അനുവാദമില്ലാതെ പറയുന്നില്ല. എന്തായാലും ഈ ഒരു സാധനം ഇത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നേരിടുന്ന, നമുക്ക് വളരെ ദുഃഖം ജനിപ്പിക്കുന്ന, വളരെ ദുരന്തം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒരു കാര്യമെന്ന് പറയുന്ന ആനയുടെ തന്നെ ബയോളജിക്കലി ഉഷ്ണം കൂടുതലാകുന്നത് ആനയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു കാലാവസ്ഥയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഇതിനൊരു ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെ? മതപ്പാട് ഉണ്ടാകാനൊക്കെ അത് ഉഷ്ണം മാത്രമല്ല, ഇപ്പം ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ആന എന്തുകൊണ്ടാണ് മതകളകുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നോർമലി കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറച്ച് ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പം ഞാൻ എല്ലാ ആൾക്കാരിൽ നിന്നും കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അതായത് എൻ്റെ ആയിട്ടുള്ള റിസർച്ചിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം ഓൾറെഡി. അപ്പം അത് നമ്മൾ എപ്പോഴാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുക എന്നിട്ട് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കേസ് ഇപ്പം ഉഷ്ണം ശരി തന്നെയാണ്. ആന അതുകൊണ്ടാണ് ഈ കാണുന്ന കുളങ്ങളിൽ ചാടി ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. പിന്നെ ആ കാതുകൾ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഈ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാൻ. പിന്നെ അല്ലാതെ പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആന പ്രൊവോക്ക് ആവണമെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മളത് ആചാരങ്ങളുടെയും പിന്നെ അല്ലാത്ത കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അത് എപ്പോഴും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ആകണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും. ഈ പാപ്പാന്മാര് പുറത്ത് കയറി ഇരിക്കുമ്പോഴോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതൊന്നും ഞാൻ
ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി. കുറച്ച് കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ. എന്തായിരുന്നാലും നമുക്ക് ആന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൈന്ദവ സംസ്കാരത്തിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒക്കെ ഒരു പലതരത്തിലുള്ള ആചാരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ക്ഷണിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. നമ്മൾ അഭിമാനമായിട്ടുള്ള ഒരു വന്യജീവിയാണ്. തലയെടുപ്പോടെ അത് വരുന്നത് തന്നെയാണ് നമുക്ക് കൗതുകവും സന്തോഷവും. അമ്പലങ്ങൾക്ക് വളരെ കളർഫുൾ. നമ്മളെ ചെറിയ കാലങ്ങളിൽ നമുക്കറിയാം, നമ്മൾ അമ്പലങ്ങളിനെ ഫോക്കസ് ചെയ്ത് പോകുന്നതേ ആനനെ കാണാൻ വേണ്ടിയാണ്. തീർച്ചയായും. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എന്തെന്ന് പറയാനാ, ഞാൻ ഒത്തിരി സമയം ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. കളർഫുൾ ആവുകയാണ്. ആ ഒരു അമ്പലത്തിന് ഇന്ന ദിവസം വരുന്നു, ആനച്ചന്തം, അതാ, എന്നിട്ട് ഇത് പോകുന്നു. ഇതൊക്കെ വളരെ കളർഫുൾ ആയിട്ട് കാണുന്നത്. അപ്പൊ അതേപോലെ കേരളത്തിലാണെങ്കിൽ നിരവധി ആനപ്രേമികളുള്ള ഒരു സ്ഥലം കൂടെയാണ് അല്ലെ. ആനകൾക്ക് വേണ്ടി ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. അത് എത്ര സേഫ് ആയിട്ട് ഇറക്കാമോ അത്രേ ഉള്ളൂ. അതായത് അമ്പലങ്ങൾക്ക് ആനകൾ വരണം, പിന്നെ അമ്പലങ്ങളുടെ പരിപാടികൾ വളരെ കളർഫുൾ ആവണം. വളരെ നന്നായിട്ട് തന്നെ ഇനിയും അങ്ങോട്ട് അമ്പല പരിപാടികളും ആഘോഷങ്ങളെല്ലാം തിമിർത്തും നന്നായിട്ട് പോകണം. അതിൻ്റെ കൂട്ടത്ത് ഒരു സേഫ്റ്റി എന്ന രീതിയിൽ ഈ സാധനം ഉണ്ടായിരിക്കും. അത് സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ ആയി തന്നെ ഇതിപ്പോൾ അവതരിപ്പിക്കുകയാണ് അല്ലെ. ഇതൊന്ന് പ്രവർത്തിച്ച് കാണിക്കാമോ, ഇതിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്? ഇത് റിമോട്ട് കൺട്രോൾ വഴി ഏതെങ്കിലും തരത്തിൽ? ആക്ച്വലി നമ്മൾ ഈ ഡിവൈസിനെ നമ്മൾ മൊത്തത്തിൽ ആനയുടെ റെയർ ലെഗിൽ നമ്മൾ ഘടിപ്പിക്കുന്നത് താഴെ അല്ല. അവിടെ ഒരു സയൻസ് ഉണ്ട്. താഴെ അല്ല ഘടിപ്പിക്കുന്നത്. നമ്മളതിൻ്റെ ആനയുടെ റെയർ ലെഗിന് ഒരു കോണിക്കൽ ഷേപ്പ് ഉണ്ട്. മുകളിൽ നിന്ന് കുറഞ്ഞു വന്ന് താഴോട്ടൊരു ചൊട്ടി വന്നതിന് ശേഷം പിന്നെയും താഴോട്ട് വലുതായിട്ട് പോകും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഇതിനെ സേഫായിട്ട് നമ്മൾ ലോക്ക് ചെയ്തത്. അത് എന്തെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആ പൊസിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സാധനം താഴോട്ട് വരില്ല ഒരിക്കലും. അത് നമ്മൾ സിമ്പിൾ ലോക്ക് ചെയ്ത് വെച്ചാൽ താഴോട്ട് വരുമ്പോൾ ടൈറ്റ് ആവത്തേ ഉള്ളൂ, ലൂസായി പോകില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട് ഒന്ന്. എന്നിട്ട് ഈ ഒരു സാധനത്തിനെ നമ്മൾ ഇതിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ഫ്രണ്ട് ലെഗിൻ്റെ ഭാഗത്ത് ഒരു കുഞ്ഞ് ബെൽറ്റ് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കും. അപ്പം ശേഷം ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആണ് ആക്ച്വലി ഇതിനെ നമ്മൾ ഇറക്കി വിടുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എലാസ്റ്റിക് ആണോ ഈ ലോക്ക് ചെയ്യുന്നതിന്റെ വയറാണോ എന്താ വരിക? ഇതാണ് ആക്ച്വലി ഇതിന്റെ വയർ. കാണിക്കാം. ഇതാണ് ആക്ച്വലി വയർ. ഓക്കെ, ഇതെന്ത് കമ്പിയാണോ? സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കേബിളാണ്. ഓക്കെ, ഈ കേബിൾ ഫ്ലെക്സിബിൾ ആണ്. അത് മാത്രമല്ല ഇത് വെയിറ്റ് കപ്പാസിറ്റി 10,000 kg പുൾ ചെയ്യാൻ പറ്റും. അപ്പം ആനയ്ക്ക് അത്രയ്ക്കൊന്നും ഒരിക്കലും പറ്റില്ല. അപ്പം അത്രയ്ക്കും ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടൊരു കേബിളാണ്. അത് മാത്രമല്ല ഇതിൽ സിന്തറ്റിക്കിൻ്റെ ഒരു റോപ്പും കൂടെ ഉണ്ട്. അത് അടുത്ത ഡിവൈസിൽ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ വെയിറ്റ്ലെസ് ചെയ്യാൻ വേണ്ടിയും പിന്നെ കുറച്ചും കൂടെ സിമ്പിൾ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാനും ആനയ്ക്കൊരു സാധനം ഉള്ളതായിട്ട് കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വച്ച് ഇതിനെ നമ്മൾ ഫ്രണ്ട് ലെഗിൽ ഈ ഒരു ബക്കിൾ വെച്ച് നമ്മൾ ലോക്ക് ചെയ്തിടുന്നു. ഇട്ടതിന് ശേഷം ഇത് ഫ്രീ ആയിട്ട് ആന നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആന ഫ്രീ ആയിട്ട് നടക്കുന്നു. നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഇൻ കേസ് പെട്ടെന്ന് ആന മുകളിലുള്ള ആൾക്കാരനെ കുലുക്കി തറയിലിടുകയോ അല്ലെങ്കിൽ അത് ഓടാനായിട്ട് ശ്രമിക്കുകയോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഓൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഓൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ആക്യുറസി ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കേണ്ടത് മാത്രമാണ് ചില സമയങ്ങളിൽ അതിനെ ഡിസേബിൾ ചെയ്തിട്ടുള്ളത്. ഇത് ആക്യുറസിയിലോട്ട് എത്തുമ്പോഴത്തേക്കും ഫുൾ ടൈം അത് തന്നെ മോണിറ്റർ ചെയ്ത് ഇതാക്കും. ആക്യുറസി എത്തുന്ന സമയത്ത് നമ്മൾ ഫുള്ള് ഈവൻ റിമോട്ട് ഒന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് വിട്ടേക്കും എന്ന് ഒരു സമയം പറയും. അപ്ഡേഷൻ നടക്കും. ഇപ്പം നമുക്ക് ഫോണിൽ അപ്ഡേഷൻ പോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സേഫ് ആണെന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ വിടുക എന്നേ പറയത്തുള്ളൂ. പിന്നെ വേറെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ചങ്ങലയുടെ ഒരാവശ്യമില്ല, ഫ്രീ ബേഡാണ് ആന. അപ്പോൾ ആന നോർമലി 90 കിലോ 70 കിലോ 80 കിലോ ചങ്ങല വലിച്ചിട്ടാണ് നടക്കുന്നത്. ആന ഇത് മൊത്തം റാപ്പ് ചെയ്ത് നടക്കുന്നത്. ഇത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇൻ കേസ് അതിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോക്ക് ചെയ്യാനായിട്ട് ആ ചങ്ങല എടുത്തിട്ടാണ് അവർ ലോക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ എവിടെയെങ്കിലും തളച്ചിടാനായിട്ടും കെട്ടിയിടാനായിട്ടൊക്കെയാണ് ആ ചങ്ങല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലൂടെ നമുക്ക് ഇല്ലല്ല, അത് അതിന് മെഷീൻ കൊണ്ട് കട്ട് ചെയ്യണം. മെഷീൻ ആനയ്ക്ക് ഇല്ലല്ലോ, കട്ട് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. അത് മാത്രമല്ല ഇതൊന്നും പെട്ടെന്ന് ആന വലിച്ചു പൊട്ടിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേബിൾസ് ആയിട്ടിരിക്കുന്നു. അപ്പം ശേഷം ആന ഓടി തുടങ്ങുമ്പം നമ്മൾ പാപ്പം മനസ്സിലാവുകയാണ് ഇത് ബിഹേവിയറൽ ചേഞ്ച് നിൽക്കുകയാണ്. നമുക്കറിയാം ആനേനെ പിടിച്ച് കെട്ടി നിർത്തിയാൽ മാത്രം മതി, ആന ഇതായിക്കോളും, കൂളായിക്കോളും. ആന അല്ലാത്ത സമയത്താണ് പാനിക്കാണ്. അതേ സമയത്ത് ആൾക്കാരുടെ സൗണ്ടുകളും ആൾക്കാർ അങ്ങോട്ട് ഓടുന്നതും കല്ലെറിയുന്നതും ഇതിനെ കെട്ടാൻ വേണ്ടി വടം വലിച്ചെറിയുന്നതും
ആന ഓടുന്ന വഴിക്ക് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് പിന്നെ അത് പേടിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ പേടിക്കുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ആ പേടിക്കുന്ന സമയത്ത് അത് എന്തൊക്കെ കാണിച്ചു വിട്ടാൽ എല്ലാം ചെയ്യും. അപകടങ്ങൾ കൂടുതൽ സംഭവിക്കും. അത് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അത് ഒരുവിധം പോയി നിൽക്കും. പക്ഷേ എന്നോട് നേരത്തെ വന്നപ്പോൾ പറഞ്ഞു ആന ഭയങ്കര പാവമാണെന്ന് പറഞ്ഞു. നമ്മളെക്കാളും ഭയങ്കര പാവമാണ്. ആണ് ഉറപ്പാണ്. നമ്മൾ ചില വീഡിയോകളിലൊക്കെ കണ്ടാൽ മനസ്സിലാവും, പട്ടിക്കുട്ടി കുഞ്ഞു പട്ടിക്കുട്ടിയാണ്, അതിനെ കാണുമ്പോൾ അത് പേടിച്ചോളും. അപ്പോൾ അത്രയ്ക്കും പാവമാണ് അതിന്. പിന്നെ പാപ്പന്മാർ അതിനെ ഒരിക്കലും മൃഗമായിട്ട് കണ്ടിട്ടല്ല അതിനടിക്കുന്നത്. അതിനെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനായിട്ട്, ഒരു മനുഷ്യക്കുട്ടി കുഞ്ഞായിട്ട് കണ്ടിട്ട് തന്നെയാണ് അതിനെ ഇത് ചെയ്യുന്നത്. കാരണം അവർ പറയുന്നത് കേൾക്കാറുണ്ട് നോർമലി, ചില സമയങ്ങളിൽ അത് കേൾക്കാറില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവർ അടിക്കുന്നത്. അല്ലാത്ത പക്ഷം അതിനെ അടിക്കുകയെന്നോ ഒന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മളായിരുന്നാലും നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെ വീട്ടുകാർ നമ്മളെ പണിഷ് ചെയ്യും. ഓക്കെ, പക്ഷെ തിരിച്ച് അതാണ് ഇപ്പം നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലൊക്കെ നമ്മളെ അടുത്ത് തിരിച്ച് അടിക്കുന്നത് ഒന്നും നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ ആന അടിച്ച് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. അത് ചെറുതായിട്ടും തട്ടിയാലും മതി, മരണം ഉറപ്പാണ്. മരണമെന്നല്ല, അത്രയും നമുക്കറിയാമല്ലോ, ഇത്രയും മാസി വെയിറ്റ് ആയിട്ടുള്ള സാധനത്തിന് ജനറേറ്റ് ചെയ്യുന്ന പവർ അത്രയ്ക്കും വലുതായിരിക്കും. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ റിമോട്ട് ചെയ്യുവാണല്ലോ. ഒന്ന് കാണിക്കാമോ റിമോട്ട്? എന്തൊക്കെയാണ് ഇതിന്റെ സ്വിച്ചസ് ഒന്ന് പറഞ്ഞുതരാമോ? ഇത് ജസ്റ്റ് ഇൻ ഔട്ട് മാത്രമാണ്. അതിനുശേഷം ഈ സൈഡ് നമ്മളൊരു സേഫ്റ്റി സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇന്ന് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇന്ന് ആക്ച്വലി ഇതിനെ അകത്തോട്ട്, അത് ആനയുടെ കാലിന് അകത്തോട്ട് വലിക്കാനും, ഔട്ട് മീൻസ് ഔട്ട് ഇത് ഇൻ ചെയ്തോണ്ടിരിക്കുക. ഇത് ആനയുടെ കാലിന് ലോക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റുക. ഓക്കെ, ഔട്ട് ആകുന്നത് എപ്പോഴാണ്? ഓൾറെഡി ഔട്ട് ആണ്. അല്ല, ഔട്ട് മീൻസ് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിനെ റിലീസ് ചെയ്യണമല്ലോ. അപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട് ചെയ്യണം. അപ്പം ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പ് ആദ്യം ഈ ഒരു മോഡൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ഈ ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡിസ്പ്ലേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് അതിൻ്റെ ഫുള്ള് കാര്യങ്ങളും വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക്. പിന്നെ ഈ സെയിം കാര്യങ്ങൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ഇതിൽ മാറുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പം ഇതിനെ ഞാൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിത് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും, ഫ്രീ ആയിട്ട് വരും. തിരിച്ച് ഇന്ന് വയ്ക്കണമെങ്കിൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട്. അതായത് ഞാൻ പറയുന്നത് നമ്മുടെ പാപ്പാന്മാരൊക്കെ വളരെ സയന്റിഫിക്കലി നോളജ് ഉള്ളവരായിരിക്കില്ല. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് അകത്തോട്ട് കയറ്റുക പുറത്തോട്ട്, അങ്ങനെ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ആണ്. പക്ഷെ ഇതിലുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡാറ്റ നമ്മൾ എന്താ പറയുക ബ്ലാക്ക് ബോക്സ് പോലെ സേവ് ചെയ്ത് വെച്ചിരിക്കും. ഇൻ കേസ് ഇതിനെ സംബന്ധിച്ചൊരു എൻക്വയറി വരികയാണെങ്കിലോ ആന എന്തെങ്കിലും കാണിച്ചെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആന വയലന്റ് ആയി, അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം ഇതിൻ്റെ അകത്ത് റെക്കോർഡിങ്ങിലുണ്ടാവും. ഇത് ക്ലൗഡ് കണക്റ്റഡാ. അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡില്ല, വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്തിട്ട് നമുക്ക് അത് എടുത്തിട്ട് ബ്ലാക്ക് ബോക്സ് പോലെ ടെസ്റ്റ് ചെയ്ത് എത്ര കപ്പാസിറ്റി ഉള്ളതാണ്, ഇത്രയും റെക്കോർഡ് ആയിട്ടിരിക്കുമോ അതോ ആ സമയത്ത്? അതൊക്കെ ഇപ്പം എത്രയാണോ ആയിരുന്നാലും നമ്മൾ ലൈവ് ഡാറ്റ പ്രോസസ്സിങ്, അതുപോലത്തെ ഇതിൽ ലൈവ് ഡാറ്റ പ്രോസസ്സിങ് നോർമലി നടക്കും. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ക്ലൗഡ് മീൻസ് നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ ഫീച്ചേഴ്സിന് അതിന്റെ ക്ലൗഡ് കണക്ഷൻ്റെ ഇതും പിന്നെ അതിന്റെ ഡാറ്റ സ്റ്റോറേജിന്റെ കേസുകളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ ഇത് വളരെ വലിയൊരു എമൗണ്ട് ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു, ഇത്തരത്തിലുള്ളൊരു ഇത് ചെയ്യാനും അങ്ങയുടെ റിസർച്ചിനും എല്ലാം. അപ്പോൾ ഇതിന് അത്രയും ഒരു എമൗണ്ട് വരേണ്ട ഒരു ഡിവൈസ് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണത് സാധാരണക്കാർക്ക് റീച്ച് ചെയ്യാൻ അഫോർഡബിൾ ആകുന്ന ഒരു പ്രൈസിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമോ ഇത്? ഉറപ്പായിട്ടും. അപ്പം നമ്മൾ റിസർച്ചിൻ്റെ ടൈമിലുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയറായ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭയങ്കര ഹൈ എമൗണ്ട് പോകുന്ന എന്തൊന്നുമില്ല. ഒരുവിധം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊണ്ടുവച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒറിജിനൽ പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ കാണിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ മൊത്തം എൻറ്റയർലി ഡിഫറെൻറ്റ്. എല്ലാം ഇൻബിൾഡാണ്. നമുക്ക് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ്.
പിന്നെ മറ്റൊരു കാര്യം, ഇതിന്റെ ഈ ഒരു ഡിവൈസിലേക്ക് എത്തിയ വഴികൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടുണ്ടാകാം. എവിടെ നിന്നൊക്കെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ പിറകോട്ട് അടിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങളും ഉണ്ടായോ? ഇതിൽ ഞാൻ എക്സൈറ്റ് ആവുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഡിസൈൻ എൻ്റെ സിസ്റ്റത്തിൽ കാണിച്ചിട്ട് ഞാൻ കാണിക്കുന്നത് ഗണേഷ് കുമാർ സാറിനാണ്. ഓക്കെ, മന്ത്രി ഗണേഷ് കുമാർ അല്ലെ, ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. അപ്പം പുള്ളി കണ്ടിട്ട് പുള്ളി ഇത്രേ പറഞ്ഞുള്ളൂ, ഓക്കെ അങ്ങനെയാണെങ്കിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നോ? പരിചയമൊന്നുമില്ല. എനിക്ക് പുള്ളി ടെക്നോളജി അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെന്ന് എനിക്കറിയാം. അപ്പം അയാള് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ആനക്കമ്പം ഒന്നല്ല, പുള്ളി എല്ലാ ഫീൽഡിലും ഒരു ചെറിയൊരു ഐഡിയോളജി ഉണ്ട്. അപ്പൊ ആ രീതിയിൽ പുള്ളി പറ്റുന്ന കാര്യം പറ്റുമെന്നും പറ്റാത്ത കാര്യം പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തോട്ട് വരിക എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം എടുത്തു. അപ്പം കുറേ ഡെവലപ്പ് സമയമാണല്ലോ, ആ സമയത്തൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല, ഐഡിയ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം പുള്ളി അത് കണ്ടു. അപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ അതൊക്കെ നോക്കി എല്ലാം ആയിട്ട് നീ കൊണ്ടുപോകാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ കൊണ്ടുപോകുന്നു. പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല, മാനേജറിനെ വിളിച്ചിട്ട് പുള്ളി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഗണേഷ് കുമാർ സാറിന്റെ ആനയിലാണോ ആദ്യമായിട്ട് ടെസ്റ്റ് നടന്നത്? അതൊന്ന് പറയാമോ ഞങ്ങളുടെ ക്യാമറയിൽ? അല്ല, ഞാൻ ആദ്യത്തെ ടെസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഗണേഷ് കുമാർ സാറിന്റെ ആനയിലാണ്. അപ്പം ഫസ്റ്റ് ടെസ്റ്റിൽ 50% ലോക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് അതിൻ്റെ കംഫോർട്ട് നോക്കി ലോക്ക് ചെയ്യാൻ, ആനയുടെ മാസിയോട്ടുള്ള 2 കാലിനും പിടിച്ച് ലോക്ക് ചെയ്യാൻ പറ്റുമോ ഈ കുഞ്ഞു മെഷീൻ എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. കാരണം നമ്മൾ സിസ്റ്റത്തിലും നമ്മളുടെ കാൽക്കുലേഷനിൽ ചെയ്ത കാര്യം റിയാലിറ്റിയിൽ വരുന്നോ എന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ആ പ്രൂഫ് വെച്ചിട്ടാണ് ആക്ച്വലി ബാക്കിയുള്ള കുറേ ആനകൾക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം എല്ലാ ആൾക്കാരും പുതിയൊരു മിഷനെ വരവേൽക്കില്ല, കാരണം അവർക്കും പേടിയുണ്ടാവും ഇത് എന്തെങ്കിലും ആയിപ്പോവും. കാരണം എല്ലാവർക്കും നേരത്തെ എക്സിസ്റ്റ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ അവർ ഓക്കെയാണ്, അവർ സമ്മതിക്കും. അതുപോലെ അങ്ങനത്തെ അങ്ങനെ അപ്പോൾ അങ്ങനെ പുള്ളി എനിക്ക് വളരെ അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ജീവനുള്ള മിഷൻ ആയത്, കൺഫേം ആയത്. ഓക്കെ ഇനിയിപ്പം കുറച്ച് ടെസ്റ്റും കൂടെ ഇതാക്കിയിട്ട് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് ഇതിന്റെ ചേഞ്ചസ്, ആ പേറ്റന്റ് എല്ലാം അപ്ലൈ കഴിഞ്ഞ് 3rd സ്റ്റേജും കഴിഞ്ഞു. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റിംഗ്. ഗണേഷ് കുമാർ സാർ അവിടെ ഒരു സ്വപ്നത്തിന് ചിറക് നൽകിയ വ്യക്തികളാണ്. മറ്റാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൃദയദാസൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയുണ്ട്. പുള്ളിയാണ് ആക്ച്വലി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാം. ഞാൻ പുള്ളിയുടെ അടുത്താണ് ഇതിൻ്റെ ടെക്നോളജീനെ കുറിച്ച് ഫുള്ള് ചോദിക്കുന്നത്. പുള്ളി നാർവൂലാണ്. പുള്ളി ഒരു സിമ്പിളായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്ക് ഭയങ്കര ഐഡിയ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഫേസിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പം പുള്ളി ഓക്കെ അത് കൊള്ളാം, നല്ല മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അത്. രണ്ടാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ കമ്പനി നോർമലി കമ്പനി പോലല്ല എൻ്റെ കമ്പനിയുള്ള എന്നെ ട്രീറ്റ് ചെയ്യണത്. എൻ്റെ കമ്പനിയുടെ ഓണർ ഫ്യൂച്ചർ ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഫുള്ള് ടെക്നോളജിനെ അങ്ങ് അറ്റം ചിന്തിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ജനറൽ മാനേജർ ആ സാധനത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. പുള്ളി ഫ്യൂച്ചർ ചിന്തിക്കും, പാക്കേജ്. എന്നിട്ട് ഇവരെ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടിയുള്ള ഫുള്ള് സപ്പോർട്ട് അവർ ചെയ്യും. വലിയൊരു പിന്തുണ അപ്പോൾ ചുറ്റുപാടുമുള്ളവർ നൽകിയിരുന്നു അല്ലേ? ആണ്. ഞങ്ങൾ കമ്പനിയുടെ പേര് ടെക്നോളജി വെഞ്ചർ എന്നിട്ടാണ്. ഞങ്ങളാണ് ദുബായിലുള്ള എന്താ പറയുക മാക്സിമം വെസൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഷിപ്പുകളാണ്. ഷിപ്പിന്റെ അകത്തുള്ള മാക്സിമം ടെക്നോളജി ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങളെ കമ്പനിയുടെ പേര് ടെക്നോളജി വെഞ്ചേഴ്സ് എന്നാണ്. നമ്മളിപ്പോൾ പല യുവ സയന്റിസ്റ്റുകളും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പഴയ ചരിത്രം എടുത്താൽ പോലും ആദ്യം വിഡ്ഢി എന്ന് വിളിക്കുക, മണ്ടൻ എന്ന് വിളിക്കുക, പിന്നീട് അതായത് മൊത്തം അവഗണനയാണ് ആദ്യം നേരിടുക, പിന്നീടായിരിക്കാം അവരുടെ കണ്ടുപിടുത്തം നമ്മൾ എല്ലാവരും പാടിപ്പോഴ്ത്തുന്നത്. അത്തരത്തിലുള്ള ഒരു അനുഭവം ഒരു യുവ ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ എവിടെന്നെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, അങ്ങനെ ആരും പറഞ്ഞു അങ്ങനെ മണ്ടനെന്നോ അങ്ങനെയൊന്നും പറഞ്ഞു. അങ്ങനെയല്ല, ആ ഒരു വാക്കിലെ തിരസ്കരിക്കുന്നു. അതായത് ആദ്യം അയ്യോ ഇതൊന്നും നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് ദുർബലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന തരത്തിൽ. അങ്ങനെ ദുർബലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു വലിയൊരു കാര്യം പറയാനുണ്ട്. അപ്പം ഇതിൻ്റെ 2nd ടെസ്റ്റിന് വേണ്ടി ഞാനൊരു പുള്ളീനെ സമീപിക്കാൻ പോയിരുന്നു. അപ്പം അത് എൻ്റെ നാട്ടിൻ്റെ അടുത്താണ്. അപ്പം പുള്ളിക്കറിയാം എന്നെ, വീഡിയോ കാണുമെങ്കിൽ പുള്ളിക്ക് മനസ്സിലാവും. അപ്പം പുള്ളി ലോ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയും കൂടെയാണ്. ഓക്കെ, ലോ കൺട്രോൾ ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. അത് ഞാൻ പറയുന്നില്ല, ലോ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ആ പുള്ളിയുടെ അടുത്ത് ഞാൻ ഈ ഡിവൈസുമായിട്ട് ഒത്തിരി തവണ ഞാൻ പോയിരുന്നു.
നാളെ ടെസ്റ്റ് ചെയ്യാം, മറ്റന്നാൾ ടെസ്റ്റ് ചെയ്യാം, അങ്ങനെ പറഞ്ഞ് പുള്ളി ഫേക്ക് ആയിരുന്നു. ഡിവൈസ് കൊണ്ടുപോകാൻ കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആനയുണ്ടോ? അതുകൊണ്ടാണ്. എനിക്ക് ഞാൻ ദേവസ്വം ബോർഡിൽ പോയപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞത് ഇന്ന സ്ഥലത്ത് ഒരു ആന ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കംഫർട്ട് അതാ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ചെയ്യണം വിചാരിച്ചു. അവിടെ പോയപ്പോഴത്തേക്കും ഇങ്ങനെ എൻ്റെ ഒരു ഏതാണ്ട് 2 months വേസ്റ്റായി. എന്നെ സംബന്ധിച്ച് ആ 2 months വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷെ ആ 2 months എനിക്ക് വേസ്റ്റായി. അല്ലെങ്കിൽ ഓപ്പണായിട്ട് പറയാം, ഗണേഷ് കുമാർ സാറിൻ്റെ പ്രത്യേകത അതാണ്. പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അവർക്കറിയാം ഓരോരുത്തരുടെ ടൈം എന്താണ്. കാരണം അവരും ടൈം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. അതേ കണക്ക് ഈ പുള്ളിയുടെ പ്രൊഫഷൻ ഇങ്ങനെയാണെന്ന് പുള്ളിയും പ്രൂവ് ചെയ്തു. മനസ്സിലായില്ലേ? അതായത് നാളെ മറ്റന്നാവാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടു. അതുമാത്രമല്ല, എൻ്റെ സേഫ്റ്റിയുടെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഇപ്പോഴും പുള്ളിയുടെ കയ്യിലാണ്. നമ്മളൊരു സിസ്റ്റം ഇതാക്കാൻ പോകുന്ന സമയത്ത്, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സേഫ്റ്റി ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം ആസ് എ റിസർച്ചർ ഞാൻ തന്നെ ഫണ്ട് ഇട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. അപ്പം അത് ആ സേഫ്റ്റി ഡോക്യുമെൻറ്റ്സ് ഇപ്പോഴും പുള്ളിയുടെ കയ്യിലാണ്. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളി മറന്നു എന്നാണ്. അത് കുഞ്ഞ് സാധനങ്ങൾ എങ്ങനെയാണെങ്കിൽ മറന്നു എന്ന് പറയാം. പക്ഷേ വലിയ സാധനങ്ങളാണ് അത്. ഇപ്പം നിങ്ങളിലൂടെ ചിലപ്പോൾ അത് പുറത്തു വരുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവും ഇത്. പിന്നെ ഈ പുള്ളി എന്നല്ല, ഇതുപോലെ ആരെങ്കിലും ലോക്ക് ചെയ്താലും ഇവിടെ ഈ ടെക്നോളജികൾ നിന്ന് പോകാൻ പോകുന്നില്ല. അതായത് അദ്ദേഹം പറയുന്നത് ഒരു യുവ ശാസ്ത്രജ്ഞനാണ്. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഗണേഷ് കുമാർ സാറിനോടാണ് ആദ്യം ആനയുള്ളവരിൽ നിന്നേ നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ പറ്റുമല്ലേ, അതാണ് അതിന്റെ വലിയൊരു നേരിടുന്ന പ്രതിസന്ധി. അപ്പോൾ രണ്ടാമത് പോയ വ്യക്തി ഈ ഒരു ഇത് അദ്ദേഹം ചെയ്യുന്നതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കാനുള്ളൊരു ശ്രമം, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായ ക്രെഡിറ്റ് താങ്കൾക്ക് ലഭിക്കാതിരിക്കാനുള്ളൊരു ശ്രമമായിരിക്കും. എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ റിസർച്ച് ചെയ്യുന്നവരാണ്, നമ്മൾ എൻജിനീയറിംഗ് രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. എനിക്ക് മനസ്സിലായത് ഫസ്റ്റിൽ നോർമൽ പോലെ തോന്നി, പിന്നെ എനിക്ക് അബ്നോർമലായിട്ട് ഫീൽ ചെയ്തു. എന്തുകൊണ്ടാണ് അയാൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഒരു കേസ് പിന്നെ ഞാൻ അറിഞ്ഞ കുറച്ച് സംഭവം ഇതിനെ ലീക്ക് ഔട്ട് ആകാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ ഐഡിയ ലീക്ക് ഔട്ട് ചെയ്യാനായിട്ട് പല ഭാഗത്തും നോക്കിയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി, എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു. പക്ഷേ അത് ഞാൻ ആലോചിക്കുകയായിരുന്നു, അതിന് കറക്റ്റായിട്ടുള്ള എവിഡൻസ് എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ കേസ് ഫയൽ ചെയ്യുന്നിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ പാറ്റൻറ്റ് ഫയൽ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല. അതുമാത്രമല്ല, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള സാധനം അവർ ഇതേപോലെ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ നോക്കണ്ട. കാരണം നമ്മൾ പ്രതീക്ഷിച്ചു അവരുടെ ഭാഗത്തു നിന്ന് ഒത്തിരി ഇതുണ്ടാവും. നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണം, സെക്കൻഡ് ടെസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ മനസ്സിലായപ്പോഴത്തേക്കും ഇനി ഇയാളുടെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല, നമ്മൾ അടുത്ത വഴി നോക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത വഴിയിലോട്ടാണ് പോയി. ഒന്നും നമ്മളെ തളർത്തില്ല എന്നുള്ളതാണ്. ഇതൊന്നും ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താ വിചാരിക്കുന്നത്? ഇവർ വിചാരിക്കുന്നത് ഇവരാണ് കേരളം വന്നോ, ഇവർക്ക് ആന ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി ആനകളുണ്ട്. ഗവൺമെൻറ് തന്നെ അത്രമാത്രം ആനകളുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് തൊട്ടടുത്തല്ലേ, നമുക്ക് പോയി വരാൻ എളുപ്പമില്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഏതായാലും എല്ലാവരും നന്നായിരിക്കട്ടെ. കഴിവുകളൊന്നും ഒരിക്കലും ആർക്കും ലോക്ക് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും അങ്ങനെ പറ്റില്ല. അതായത് വരേണ്ട സാധനങ്ങൾ എന്നായിരുന്നാലും വരും, അത് ഉറപ്പായിട്ട് വരും. ഇവരാരും വന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ള വലിയ ഐഡിയകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തട്ടെ. കാരണം എല്ലാത്തിനും പ്രധാനം നമ്മുടെ ജീവന്റെ സുരക്ഷിതത്വമാണ്. ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും മനുഷ്യനെ വളരെ പ്രയാസമില്ലാതെ ജീവിക്കാനൊക്കെ സഹായിച്ചത്. ഇനിയും ഇത്തരത്തിലുള്ള യുവ പ്രതിഭകൾ കടന്നു വരണം. ഇതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ നേട്ടവും നമ്മുടെ അഭിമാനവും എല്ലാം. എന്തു തന്നെയായിരുന്നാലും വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. ഒരു യുവ ശാസ്ത്രജ്ഞനെ നേരിട്ട് കാണാൻ, അവരുടെ ഡിവൈസ് നേരിട്ട് പരിചയപ്പെടാനും അങ്ങനെയൊക്കെ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ അപൂർവമായൊരു കാര്യമായിരിക്കും. അതെനിക്ക് സാധിച്ചതിനും വളരെ നന്ദിയുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ എല്ലാ അനുമതിയും ലഭിച്ച് നിരത്തിലിറക്കാൻ കഴിയുമെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ? ആണാണ്. അപ്പം അതിൻ്റെ മീറ്റിംഗ് ഒക്കെ ഇന്നും ഉണ്ട്. അപ്പം പോകുന്നു, പോയിട്ട് സംസാരിക്കുന്നു. അതിന് ഉടനെ തന്നെ കൊണ്ടുവരും, പുറത്തുണ്ട്. ഇത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അടുത്ത് മാനുഫാക്ചറിലോട്ട് ഇറങ്ങും. ഇതിങ്ങനെ ആയിരിക്കില്ല. അപ്പം അതിനെ കംപ്ലീറ്റ് ആക്കി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വിജയത്തിൽ നിന്നുകൊണ്ടൊരു തോട്ട് ഒന്ന് സാധാരണ യുവാക്കളല്ല, യുവാക്കളും യുവതയോട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യമാണ്. യുവതികളോട് യുവാക്കളും യുവതികളും അടങ്ങുന്നതാണ് യുവത. യുവതയോട് എന്ത് പറയണ, മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കണ്ടെത്തുക, സൊല്യൂഷന് വേണ്ടി നോക്കുക, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുക. പ്രശ്നങ്ങളെ കണ്ടിട്ട് കണ്ണടയ്ക്കുന്നതിന് പകരം ഇതുപോലെ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാതെ നമ്മളുടെ
ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ജനങ്ങളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാനും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയോടെ എന്തെങ്കിലുമൊക്കെ ഡിവൈസൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഡിവൈസ് മാത്രമല്ല, എന്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അത് ഹാർഡ്വെയർ ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെർബലി ആയിക്കോട്ടെ, എല്ലാ രീതിയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആവുക. എന്തായാലും വളരെ നന്ദി ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്.